ഹലോ ഫ്രണ്ട്സ്, ആർ ജെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കപ്പ കൊണ്ടൊരു വട തയ്യാറാക്കിയാലോ. അതും നല്ല ടേസ്റ്റായിട്ട്. ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നല്ലോണം വേവിച്ചെടുത്ത കപ്പ ഞാനൊരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവോള, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 1/2 കപ്പ് അരിപ്പൊടി. കപ്പ നന്നായിട്ട് ഉടച്ച് വെക്കണം. ചില സ്ഥലങ്ങളിൽ കപ്പേനെ കൊള്ളി എന്നും പറയാറുണ്ട് കേട്ടോ. ഇനി ഈ ഉടച്ച കപ്പയിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില പൊടികളും ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. നിങ്ങളുടെ കയ്യിൽ കായമുണ്ടെങ്കിൽ അത് ചേർത്താലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അരിപ്പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അരിപ്പൊടി ചേർക്കുന്നത് നമ്മുടെ വടയ്ക്ക് നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയാണ് അരിപ്പൊടി ചേർക്കുന്നത്. നല്ല ക്രിസ്പിനെസ്സും ഉണ്ടാവും. ഇനി നമ്മുടെ രണ്ട് കയ്യിലും കുറച്ച് എണ്ണ തടവിയ ശേഷം നമുക്ക് ഓരോരോ ചെറിയ ബോൾസുകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്ത ശേഷം നടുക്ക് നമുക്കൊരു ഹോളിടാം. ഉഴുന്ന് വടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നടുക്കൊരു ഹോൾ വെക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ വട ഇവിടെ റെഡിയായി. ഇനി അടുത്തതും ഇതേപോലെ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണിത്. നിങ്ങൾക്ക് 4 മണി പലഹാരമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈ മഴ സമയത്ത് ഒരു കട്ടനും ഈ വടയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഞാൻ കപ്പ കുക്കറിൽ 2 വിസിലാണ് വേവിച്ചത്. ചില കപ്പ ഒരു വിസിലടിക്കുമ്പോൾ തന്നെ വെന്ത് വരാറുണ്ട്. ഞാൻ 2 വിസിലടുപ്പിച്ചായിരുന്നു. നമുക്ക് എല്ലാ മാവും ഇതേപോലെ ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ വടകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടി ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം വടകളിട്ട് കൊടുക്കാം. തീ എപ്പോഴും ഒരു ഹൈ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ നമ്മുടെ വട നല്ലോണം എണ്ണ കുടിക്കും. അതുകൊണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിൽ ആക്കരുതും, മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിക്കണേ. ഒരു സൈഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഗോൾഡൻ നിറമാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇത് നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഈ വട എപ്പോഴും ചൂടോടുകൂടി കഴിക്കുന്നതാണ് ടേസ്റ്റ്. ഇനി നമുക്ക് അടുത്ത ബാച്ചും ഇതേപോലെ ചെയ്തെടുക്കാം. പുറത്ത് നല്ല മഴയാണ്. മഴ സമയത്ത് ഈ വടയും ചായയും ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ കപ്പ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. താങ്ക് യു.